കൊച്ചി കലൂരിൽ പെൺകുട്ടികളെ നടുറോഡിൽ ക്രൂരമായി മർദ്ദിച്ച സംഭവത്തിൽ 3 പ്രതികൾ പിടിയിൽ. പ്രധാന പ്രതി അക്ബർ അടക്കം 7 പ്രതികൾക്കായി തെരച്ചിൽ തുടരുന്നു. അക്രമി സംഘത്തിൽ 2 പെൺകുട്ടികളും. പുലർച്ചെ പാർട്ട് ടൈം ജോലി കഴിഞ്ഞ് മടങ്ങിയ പെൺകുട്ടികളെ ആക്രമിച്ചത് അശ്ലീല ചുവയോടെ കമന്റടിച്ചത് ചോദ്യം ചെയ്തതിന്. മർദ്ദനത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്ത്. മഴ കൂടുതൽ ശക്തമാകുന്നു സംസ്ഥാനത്ത്. മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഓറഞ്ച് മുന്നറിയിപ്പ്. 11 ജില്ലകളിൽ മഞ്ഞ മുന്നറിയിപ്പും പ്രഖ്യാപിച്ചു. കാലവർഷം മറ്റന്നാൾ കേരളത്തിലെത്തിയേക്കുമെന്ന് കാലാവസ്ഥാ വകുപ്പ്. സംസ്ഥാനത്തെ വിലക്കയറ്റം നിയമസഭയിൽ ആദ്യ അടിയന്തര പ്രമേയമായി ഉന്നയിച്ച് പ്രതിപക്ഷം. പെട്രോളിന്റെയും ഡീസലിന്റെയും അധിക നികുതി കുറയ്ക്കാൻ സർക്കാർ തയ്യാറാകണമെന്ന് KN ബാലഗോപാൽ. വിലവർധന വന്നിട്ട് ചർച്ച ചെയ്തിട്ട് കാര്യമില്ലെന്നും വിലവർധന നിന്നിട്ട് ചർച്ചയാകാം എന്നത് ഒരിക്കലും നടക്കാത്ത കാര്യമാണെന്നും പ്രതിപക്ഷം. എന്തെങ്കിലും ഒരു സമയത്ത് ഈ വിലവർധനവ് നിന്നിട്ട് നമുക്ക് ചർച്ച ചെയ്യാമെന്ന് പറഞ്ഞാൽ അത് നടക്കാത്ത കാര്യമാണ് എന്നുള്ളത് വളരെ കൃത്യമാണ്. LDF സർക്കാർ 1 രൂപ പോലും കുറച്ചില്ല എന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ഈ ഡീസൽ പെട്രോളിൻ്റെ വിലവർധനവിൻ്റെ ഭാഗമായി, അതായത് ഡീസൽ ഇനത്തിൽ 1617 കോടി രൂപയും പെട്രോൾ ഇനത്തിൽ 1466 കോടി രൂപയും ഉൾപ്പെടെ കഴിഞ്ഞ സർക്കാരിന് 3100 കോടി രൂപയുടെ അധിക വരുമാനം ഉണ്ടായിട്ടുണ്ട്. 1 രൂപ കുറച്ചിട്ടില്ല. പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ പറഞ്ഞ വാക്ക് പാലിക്കാൻ മുഖ്യമന്ത്രി VD സതീശൻ തയ്യാറാകണമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. അന്ന് പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോൾ പറഞ്ഞ കാര്യങ്ങൾ അത് പാലിക്കാൻ ഇപ്പം തയ്യാറുണ്ടോ? അതാണ് വരുന്ന പ്രശ്നം. അതിനാണ് അദ്ദേഹം വിശദീകരണം യഥാർത്ഥം നൽകേണ്ടിയിരുന്നത്. അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് ഇറങ്ങിപ്പോയി പ്രതിപക്ഷം. BJPക്ക് സംസാരിക്കാൻ അനുമതി നൽകിയതിൽ പ്രതിപക്ഷ ബഹളവുമുണ്ടായി. ശ്രീ മുഹമ്മദ് മുഹസിന് 34 വോട്ടും ശ്രീമതി ഷാനിമോൾ ഉസ്മാന് 99 വോട്ടും കിട്ടിയിരിക്കുന്നു. 4 പേർ. ഷാനിമോൾ ഉസ്മാൻ നിയമസഭാ ഡെപ്യൂട്ടി സ്പീക്കർ. ജയം 99 വോട്ടുകൾ നേടി. LDF സ്ഥാനാർത്ഥി മുഹമ്മദ് മുഹ്സിന് 34 വോട്ടുകൾ മാത്രം. വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്ന് BJP. നിയമസഭയുടെ ചരിത്രത്തിലെ 4ാമത്തെ വനിതാ ഡെപ്യൂട്ടി സ്പീക്കർ. തിരുവനന്തപുരത്ത് ED ഉദ്യോഗസ്ഥരെ CPIM പ്രവർത്തകർ ആക്രമിച്ച കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും കക്ഷി ചേരും. ആക്രമണത്തിൽ മുതിർന്ന CPIM നേതാക്കൾക്കെതിരെയും കേസെടുക്കണമെന്നാവശ്യം. ആക്രമണം നടന്നത് നേതാക്കളുടെ കൂടി അറിവോടെയെന്ന് ED. വെള്ളിയാഴ്ച വരെ വീണ ടിക്ക് സമൻസ് അയക്കേണ്ടതില്ല എന്ന് EDയുടെ തീരുമാനം. നവകേരള യാത്രയ്ക്കിടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ആക്രമിച്ച കേസിൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഗൺമാന്മാരുടെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് മാറ്റി. 5 പ്രതികളുടെയും ജാമ്യാപേക്ഷ നാളെ ഒരുമിച്ച് പരിഗണിക്കും. മുൻകൂർ ജാമ്യാപേക്ഷയിൽ തീരുമാനമാകും വരെ അറസ്റ്റ് തടയണമെന്ന പ്രതിഭാഗത്തിന്റെ ആവശ്യം തള്ളി. ജില്ലാ കോടതിക്ക് അധികാരമില്ല എന്ന് ജഡ്ജി ഹണി M വർഗീസ്. പ്രതികൾക്കായി അന്വേഷണം ഊർജിതമാക്കി SIT. തിരുവനന്തപുരം നെടുമങ്ങാട്ടെ 1.5 വയസ്സുകാരന്റെ മരണകാരണം നെഞ്ചിനേറ്റ ക്ഷതമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. കുഞ്ഞിന്റെ 7 വാരിയെല്ലുകൾ ഒടിഞ്ഞ നിലയിലായിരുന്നു. തലയ്ക്ക് ക്ഷതമേറ്റ് 5ഇടത്ത് നീർക്കെട്ടുണ്ടായിരുന്നു. ശരീരത്തിൽ പുതിയതും പഴയതുമായി 91 മുറിവുകൾ ഉണ്ടായിരുന്നുവെന്നും വിശദമായ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ. മർദ്ദനം തങ്ങൾക്ക് ഒരുമിച്ച് ജീവിക്കാൻ കുഞ്ഞ് തടസ്സമായതിനാലെന്ന് അമ്മയുടെ പങ്കാളി അഷ്കറിന്റെ മൊഴി. ഖത്തർ ലോകകപ്പ് ഫുട്ബോൾ ടീമിൽ ഇടം പിടിച്ച് മലയാളി യുവാവ്. ടീമിൽ ഇടം നേടിയത് കണ്ണൂർ തലശ്ശേരി സ്വദേശി തഹ്സിൻ മുഹമ്മദ്. തഹ്സിൻ ഒരു ഫുട്ബോൾ ലോകകപ്പ് ടീമിൽ ഇടം പിടിക്കുന്ന ആദ്യ മലയാളി.